ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ കോഷ്യൻ നോംഡ് സ്പേസസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോഷ്യൻ സ്പേസ് എന്താണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ സ്പേസിൻ്റെ കോഷ്യൻ സ്പേസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലീനിയർ സ്പേസിൽ ഒരു നോമും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആദ്യത്തെ ലെമ്മ ഇതാണ്. ലെറ്റ് എക്സ് ബി എ നോംഡ് ലീനിയർ സ്പേസ്. ഈ എക്സ് എന്ന് പറയുന്ന നോംഡ് ലീനിയർ സ്പേസിൽ നമ്മൾ എടുക്കുന്നത് ഈ നോമാണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. ആൻഡ് ദിസ് എക്സ് നോട്ട് ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ്. X naught is a closed subspace of X. Then we know what is meant by X over X naught. If you have a subspace, then you can define the quotient space. X over X naught is set of all cosets X, where X element of capital X, where this coset of small x is defined as small x plus capital X naught. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോഷ്യൻ സ്പേസ് ഉണ്ട്. ഈ കോഷ്യൻ സ്പേസിൽ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. മൈ ഫംഗ്ഷൻ ഇസ് ദിസ്: നോം ഓഫ് ക്ലാസ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓവർ വൈ ഇൻ എക്സ് നോട്ട് നോം ഓഫ് എക്സ് മൈനസ് വൈ. ദാറ്റ് മീൻസ് infimum of the set of all norm of x minus y where y varies over x naught. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഈ ലെമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തത് ദിസ് ഇസ് എ നോം ഓൺ എക്സ് ഓവർ എക്സ് നോട്ട് എന്നാണ് ലെമ്മ പറയുന്നത്. ഓക്കെ, സോ എക്സ് ഓവർ എക്സ് നോട്ടിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് അവരെല്ലാവരും കോസെറ്റ്സ് ആണ്. ഇതിൽ കോസെറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ക്യാപിറ്റൽ എക്സ് നോട്ടാണ്. ഈ സ്പേസിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു വെക്റ്റർ അഡീഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഓഫ് എക്സ് കോസെറ്റ് ഓഫ് എക്സ് പ്ലസ് കോസെറ്റ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു കോസെറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നും, എ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് എ സ്കെയിലാർ ആൻഡ് എ കോസെറ്റ് ഇസ് ഈക്വൽ ടു കോസെറ്റ് ഓഫ് സി എക്സ്. ഇങ്ങനെ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി എക്സ് ഓവർ എക്സ് നോട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അണ്ടർ ദിസ് വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എക്സ് ഓവർ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആയിട്ടുണ്ട്. ഈ വെക്റ്റർ സ്പേസിൽ ഓർ ഈ ലീനിയർ സ്പേസിൽ ഒരു നോം കൊണ്ടുവരികയാണ് ഈ ലെമ്മ ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടുത്തെ നോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നോം ഓഫ് ദ കോസെറ്റ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ഇൻഫിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ നോം എക്സ് മൈനസ് വൈ വെർ വൈ വാരീസ് ഓവർ ദ സബ്സ്പേസ് എക്സ് നോട്ട്. ഓക്കെ, നമുക്ക് ഇതൊരു നോം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നോം ആവണം എന്നുണ്ടെങ്കിൽ വി ഹാവ് സർട്ടൻ കണ്ടീഷൻസ്. ദിസ് ഷുഡ് ബി നോൺ നെഗറ്റീവ്. പിന്നെ ഇത് ഈക്വൽ ടു സീറോ ആവുന്നത് ക്ലാസ് ഓഫ് എക്സ് ഈക്വൽ ടു ക്ലാസ് ഓഫ് സീറോ. ക്ലാസ് ഓഫ് സീറോ എന്ന് പറയുന്നത് എക്സ് നോട്ടാണ് ഇവിടെ. അപ്പോൾ എക്സ് നോട്ടിലുള്ള എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ നോം സീറോ വരുള്ളൂ. അതുപോലെ ദിസ് സാറ്റിസ്ഫൈസ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി. ഇങ്ങനെ നമുക്ക് പല പ്രോപ്പർട്ടീസും ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്: ഫോർ ഓൾ വൈ എലമെൻ്റ് ഓഫ് എക്സ് നോട്ട് നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയാണ്. ബിക്കോസ് ഇത് നമുക്ക് ക്യാപിറ്റൽ എക്സിലുള്ള നോമാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ നോം ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അപ്പോൾ ഒരു സെറ്റിലുള്ള എല്ലാ എലമെൻസും നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഇൻഫിമവും നോൺ നെഗറ്റീവ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും നോം ഓഫ് കോസെറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി. അടുത്തതായിട്ട് നമ്മൾ എടുക്കുകയാണ് നോം ഓഫ് ക്ലാസ് എക്സ്
ഇസ് ഈക്വൽ ടു 0. നോം ഓഫ് ക്ലാസ് എക്സ് എപ്പോഴാണ് 0 ആവുക? ഇതിൻ്റെ അർത്ഥം ഇൻഫിമം ഓഫ് നോം ഓഫ് ക്ലാസ് എക്സിൻ്റെ ഡെഫിനിഷൻ ഞാൻ വീണ്ടും ഒന്നും കൂടി എഴുതുന്നേ ഉള്ളൂ. നോം ഓഫ് എക്സ് മൈനസ് വൈ വെർ വൈ വാരീസ് ഓവർ എക്സ് നോട്ട്. ഈ സെറ്റിൻ്റെ ഇൻഫിമം 0 ആണ്. ഒരു സെറ്റിൻ്റെ ഇൻഫിമം 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫിമം എന്താണോ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് ഈ സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ ഇൻഫിമം 0 ആണ്. സോ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഈ സെറ്റ് ഓഫ് ഓൾ നോം ഓഫ് എക്സ് മൈനസ് വൈ എന്നുള്ളതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെർ വൈ വാരീസ് ഓവർ എക്സ് നോട്ട്. സോ വി ക്യാൻ സേ ദാറ്റ് there exists a sequence yn in x naught such that norm of x minus yn converges to 0 as n goes to infinity. അത് ഇൻഫിമം ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഇതാണ്, നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ കൺവേർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ കൺവേർജസ് ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം വൈ എൻ കൺവേർജസ് ടു എക്സ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ ക്യാപിറ്റൽ എക്സ്. സീക്വൻസ് വൈ എൻ കൺവേർജസ് ടു എക്സ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ ക്യാപിറ്റൽ എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈ എന്നുകളെല്ലാം എക്സ് നോട്ടിലുള്ളവരാണ് ആൻഡ് എക്സ് നോട്ട് ഇസ് ക്ലോസ്ഡ്. സോ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഈ വൈ എന്നിൻ്റെ ലിമിറ്റ് എന്താണോ അത് എക്സ് നോട്ടിലെ എലമെൻ്റ് ആയിരിക്കണം. സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ് നോട്ട്. ദിസ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ് നോട്ട്. If x is an element of x naught, then what is class of x? It is class of 0 itself. So, if norm of class x or norm of coset of x equal to 0, this implies coset of x is equal to 0. Now, if coset of x is equal to coset of 0, then what about norm of coset of 0? It is infimum of norm of 0 minus y, where y is in x naught, sorry, y element of x naught. So, നമുക്ക് ഈ സെറ്റിൻ്റെ ഇൻഫിമം ആരാണ് എന്ന് കിട്ടണം. ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്പേസ് ആയതുകൊണ്ട് 0 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ് നോട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നോം ഓഫ് 0 മൈനസ് 0, അതായത് നോം ഓഫ് 0 എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഉറപ്പായിട്ടും നോം ഓഫ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് നമുക്കിപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ഇത്രയുമാണ്. നോം ഓഫ് ക്ലാസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്ന് നമുക്ക് കിട്ടി. ദെൻ നോം ഓഫ് കോസെറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ കോസെറ്റ് ഓഫ് എക്സ് ഇസ് കോസെറ്റ് ഓഫ് 0. ഇത്രയും നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത പ്രോപ്പർട്ടി എന്താണ്? നോമിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നോം ഓഫ് സി ക്ലാസ് എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു നോം ഓഫ് കോസെറ്റ് ഓഫ് എക്സ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആൻഡ് നമ്മുടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇത് ക്ലാസ് ഓഫ് സി എക്സ് ആണ്. ഡെഫിനിഷൻ ഓഫ് നോം പ്രകാരം ഇതിനെ നമുക്ക് ഇൻഫിമം ഓഫ് നോം ഓഫ് സി എക്സ് മൈനസ് വൈ വെർ വൈ വാരീസ് ഓവർ എക്സ് നോട്ട് എന്ന് പറയാം. ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് വീണ്ടും ഒരു സബ്സ്പേസ് ആണ്. എക്സ് നോട്ട് ഈസ് എ സബ്സ്പേസ്. ഇത്
space ആയതുകൊണ്ട് if y varies over x0 then cy എന്ന് പറയുന്നതും varies over x0 ആയിരിക്കും. cy varies over x0 ആയിരിക്കും. So that c not equal to 0 ആണെങ്കിൽ, so എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. So for the time being I am assuming that c not equal to 0. So this is same as infimum of norm of cx minus cy, where y varies over x0, because as y varies over x0, cy is also varies over x0. So that I can write this as infimum of absolute value of c into norm x minus y, where y varies over x0. Okay, since ഇവിടെ നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ എക്സിലെ നോമാണ്, ക്യാപിറ്റൽ എക്സിലെ നോമിൽ നിന്ന് നമുക്ക് സ്കെയിലാസിനെ ഇതുപോലെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് കൊണ്ട്. ആൻഡ് വി നോ ദാറ്റ് ഇൻഫിമം ഓഫ് എ ക്യാപിറ്റൽ എസ് ഇസ് ഈക്വൽ ടു എ ടൈംസ് ഇൻഫിമം ഓഫ് ക്യാപിറ്റൽ എസ്. സോ ആ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു infimum of norm x minus y, where y varies over x0 nl, and this is nothing but absolute value c into norm x minus y. No, absolute value c into norm of coset of x. So the second property also holds. So this is norm of c coset of x is equal to this. So we have first property here and the second property is here. ഇനി നമുക്ക് ഇതൊരു നോമാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റിയും കൂടി പ്രൂവ് ചെയ്യാനുണ്ട്. ഇത് സാറ്റിസ്ഫൈസ് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എന്നും കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഡൺ. സോ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നോം ഓഫ് കോസെറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോം ഓഫ് കോസെറ്റ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് നോം എക്സ് മൈനസ് വൈ വേർ വൈ വാരീസ് ഓവർ എക്സ് നോട്ട് എന്നുള്ളതാണ്. അതായത് ഒരു സെറ്റിൻ്റെ ഇൻഫിമമാണ് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഫിമം എന്ന് വെച്ചാൽ ആരാണ്? ഇറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അപ്പോൾ ഈ നോം ഓഫ് കോസെറ്റ് ഓഫ് എക്സിനേക്കാളും വലിയ ഒരു നമ്പറും ഈ സെറ്റിൻ്റെ ഇൻഫിമം ആവില്ല. സോ ഐ എം ടേക്കിംഗ് an arbitrary epsilon greater than 0. This is an arbitrary quantity. Therefore, norm of coset of x plus epsilon, this is not a lower bound of set of all norm x minus y, where y element of x naught. ഇപ്പോൾ ലോവർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ ഈ സെറ്റിൽ നോം ഓഫ് കോസെറ്റ് ഓഫ് എക്സ് പ്ലസ് എപ്സിലണിനേക്കാളും വലിയ ഏതോ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. സോ ഐ എം സേയിങ് ദാറ്റ് there exists some z1 in x0 such that norm of x minus z1 എന്ന് വെച്ചാൽ norm of x plus z1 is less than or equal to norm of coset of x plus epsilon. ഇതുപോലെ തന്നെ നമുക്ക് norm of I will use some other notation. Suppose y is another element of x. So norm of class y എന്ന് വെച്ചാൽ infimum of norm of x minus z, where z varies over x naught. വീണ്ടും ഇതൊരു ഇൻഫിമം ആണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ നമ്പേഴ്സ് ആരും ഈ സെറ്റിൻ്റെ ലോവർ ബൗണ്ട് ആവില്ല. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് there exist
some z2 in x0 such that norm of y plus z2 is less than or equal to norm of coset of y plus epsilon. Now we need to check what is norm of class x plus class y. We have to prove that this is less than or equal to norm of coset of x plus norm of coset of y. So, നമ്മുടെ വെക്ടർ അഡീഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം കോസെറ്റ് ഓഫ് എക്സ് പ്ലസ് കോസെറ്റ് ഓഫ് വൈ ഈ സെയിം ആസ് കോസെറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് നോം ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സെഡ്. ആ മൈനസ് സെഡ് വെർ സെഡ് വാരീസ് ഓവർ എക്സ് നോട്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് പ്ലസ് സെഡ് എന്ന് എഴുതാം. കാരണം സെഡ് വാരീസ് ഓവർ എക്സ് നോട്ട് ആണെങ്കിൽ മൈനസ് സെഡും വാരീസ് ഓവർ എക്സ് നോട്ട് ആണ്. ബട്ട് സെഡ് വാരീസ് ഓവർ എക്സ് നോട്ട്. ഇത് സെറ്റിൻ്റെ ലോവർ ബൗണ്ട് ആണ്. ഇതിലും വലുതായിരിക്കും സെറ്റിലുള്ള ഓരോ എലമെൻറ്റും. അപ്പോൾ നമ്മുടെ Z1ഉം Z2ഉം എക്സ് നോട്ടിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ Z1 പ്ലസ് Z2ഉം എക്സ് നോട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം എക്സ് നോട്ട് ഈസ് എ സബ് സ്പേസ്. അപ്പോൾ ഈ നമ്മളെടുക്കുന്ന ഈ കളക്ഷനിലെ ഒരു എലമെൻ്റാണ് നോം ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന് പകരം Z1 പ്ലസ് Z2. ബിക്കോസ് Z1 പ്ലസ് Z2ഉം എക്സ് നോട്ടിലുള്ളതാണ്. സോ സെഡ് എപ്പോഴും ഈ വാല്യൂവും എടുക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് ഇത് ഇൻഫിമമാണ്. ഇൻഫിമം എന്ന് പറയുമ്പോൾ ലോവർ ബൗണ്ട്. ആ ലോവർ ബൗണ്ടിനേക്കാളും വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ് സെറ്റിലുള്ള എല്ലാവരും. സോ ഐ ഹാവ് ദിസ് ഇൻഈക്വാലിറ്റി. ഇനി ഇത് നമുക്ക് ക്യാപിറ്റൽ എക്സിലുള്ള നോമാണ്. ഇത് ഓൾറെഡി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് പ്ലസ് Z1 പ്ലസ് നോം ഓഫ് വൈ പ്ലസ് Z2 എന്ന് എഴുതാം. Okay, and this is less than or equal to norm of coset of x plus epsilon, this quantity. And the next quantity, this is less than or equal to norm of coset of y plus epsilon. So altogether we have norm of class x coset of x plus norm of coset of y plus 2 epsilon. So what we have is norm of coset of x plus coset of y is less than or equal to norm of coset of x plus norm of coset of y plus 2 epsilon. പക്ഷേ ഇവിടെ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതിന് എത്ര വേണമെങ്കിലും ചെറുതാകാം. സോ ദാറ്റ് ഈ ഇനീക്വാലിറ്റി ട്രൂ ആവണമെങ്കിൽ it should satisfy norm of coset of x plus coset of y less than or equal to norm of coset of x plus norm of coset of y. So our definition for norm on x over x naught satisfies triangle inequality. So നമ്മൾ ഇപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. Norm of coset of x is greater than or equal to 0 for all x element of x. Norm of coset of x equal to 0 implies and implied by coset of x equal to coset of 0. Norm of c times coset of x is equal to absolute value of c into norm of coset of x. And now we got triangle inequality. Therefore we can say that our definition, what's our definition? Norm of coset of x is equal to infimum of norm of x minus y where y varies over x naught. This is a norm on x over x naught. Okay. അപ്പോൾ
നമ്മളിപ്പോൾ കോഷ്യൻ സ്പേസിൽ ഒരു നോം ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള നോൺ ലീനിയർ സ്പേസിലുള്ള നോം ഉപയോഗിച്ച് അതിൻ്റെ ഒരു കോഷ്യൻ സ്പേസ്, ഇവിടെ എടുക്കുന്ന സബ് സ്പേസ് ക്ലോസ്ഡ് ആയിരിക്കണം. സോ നമ്മൾക്കിവിടെ കോഷ്യൻ സ്പേസിൽ ഒരു നോം ഡിഫൈൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയുമാണ് ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത സെഷനിൽ നമുക്ക് സെമി നോമിനെ കുറിച്ച് പഠിക്കാം.